രാവിലെ തന്നെ നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്. ഒരു കല്യാണം കൂടാൻ തൃശ്ശൂർ വരെ. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. മുടിയൊക്കെ ആകെ കാറ്റടിച്ച് ചെടപിടിച്ചു. ആലപ്പുഴ എത്തണ വരെ യാത്ര നല്ല സുഖമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് റോഡ് പണിയുടെ തിരക്കും പൊടിയും. അങ്ങനെ 12:30 എത്തേണ്ട നമ്മൾ എത്തിയത് 1 മണിക്കാണ്. ഐശ്വനെ വെയിറ്റ് ചെയ്ത് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. ഞങ്ങൾ അതിനടുത്തുള്ള കാലിക്കറ്റ് പാരഡൈസിൽ നിന്ന് നല്ലൊരു ലഗൂൺ ബിരിയാണിയും കഴിച്ചു. ഐശ്വൻ്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഇൻട്രോവേർട്സിന് തീരെ പറ്റാത്തൊരു സീറ്റിംഗ് ആണ് കിട്ടിയത്. ഞാനൊരു ഇൻട്രോവേർട്ട് അല്ലെങ്കിലും എല്ലാവരും നോക്കിയോണ്ട് തിരിഞ്ഞങ്ങിരുന്നു. എൻ്റെ ക്ലാസ്മേറ്റ് ഷുറൂഖിൻ്റെ കല്യാണം കൂടാനാണ് ഞാൻ തൃശ്ശൂർ വന്നത്. ഇന്ന് അവളുടെ മെഹന്തിയാണ്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു ഫുഡ്. ഇന്ന് കണി കണ്ട ആൾ കൊള്ളാമല്ലേ. ഞാനും ശാലും ഐശ്വൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ. ഐശ്വൻ്റെ അമ്മ രാവിലെ ജോലിക്ക് പോകേണ്ട തിരക്കുണ്ടായിട്ട് കൂടി ഞങ്ങൾക്ക് നല്ല അടിപൊളി ഇഡ്ഡലിയും സാമ്പാറും തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയൊക്കെ ആയിട്ട് ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കി തന്നു. ശ്വാസം വിടാൻ പോലും സ്ഥലത്ത് പോലെ കഴിപ്പിച്ചിട്ടാണ് ആൻറ്റി ഞങ്ങളെ വിട്ടത്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് ഒരു ഓട്ടോ പിടിച്ചു. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് എല്ലാം മീറ്റ് ചെയ്തു. പിങ്ക് കളറായിരുന്നു കളർ തീം. ഈ ബാഗ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ആളാണ് ഷുറുവിൻ്റെ അമ്മ. അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണെത്തി. കൂടെ പഠിച്ച ഒരാളെ കല്യാണ വേഷത്തിൽ കാണുന്നത് ഇത്രയും നല്ലൊരു ഫീലിങ്സ് ആണെന്ന് അനുഭവിച്ചപ്പോഴാണ് മനസ്സിലായത്. നമ്മളെല്ലാവരും കൂടെ കൊണ്ടുവന്നൊരു കുഞ്ഞ് ഗിഫ്റ്റ് ഓൾക്ക് കൊടുത്തു, ഒരു കുഞ്ഞി മോതിരം. ചടങ്ങനുസരിച്ച് സ്റ്റേജിൽ മഹർ കൊടുത്ത നിക്കാഹ് കഴിയുന്നവരെ ഞങ്ങളിവിടെ ചില്ല് ചെയ്യായിരുന്നു. അപ്പോഴേ ഞാൻ ഓർത്തെ എല്ലാവരും എന്നെ അഗുവിനെ ഒരേപോലെ കിട്ടുമെന്ന് പറയും. അതാ ഞങ്ങൾ പറയണത് കേട്ടോ. നിങ്ങൾ നോക്കിയേ, ഞങ്ങൾ ഒരുപോലെ ഉണ്ടോ. അങ്ങനെ നമ്മുടെ കല്യാണ ചെക്കൻ്റെ എൻട്രിക്ക് സമയമായി. നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ആയിട്ടായിരുന്നു ചെക്കൻ്റെ എൻട്രി. നിക്കാഹ് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ഷുറു ഒഫീഷ്യലി മിസ്സിസ് സലയായി. ആ സന്തോഷത്തിൽ ഞങ്ങൾ പോയി ഒരു പ്ലേറ്റ് ബീഫ് ബിരിയാണി അങ്ങോട്ട് കഴിച്ചു. ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ മന്തി ഉണ്ടായിരുന്നു. ഞാൻ ബീഫാണ് കഴിച്ചത്. ഫുഡ് അടി കഴിഞ്ഞു. ഫോട്ടോ സെക്ഷൻ്റെ സമയമായി. എല്ലാവരും സ്റ്റേജിൽ കയറി. നല്ല അടിപൊളി ഒരു പിക്കും കിട്ടി ഞങ്ങൾക്ക്. ഫംഗ്ഷൻ കഴിഞ്ഞ് 2 വണ്ടിയിലായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഗോകാട്ടിങ്ങിന് പോവുകയാണ്. അഗോ എടുത്തു വയ്ക്കുന്നത് എൻ്റെ വെഡ്ഡിങ് ഇൻവിറ്റേഷനാണ്. അടുത്തത് ഇനി എല്ലാവരും കൂടെ കൂടുന്നത് എൻ്റെ കല്യാണത്തിനാണ്. ഗ്യാരോൺ പ്ലേ അരീന എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ ഗോകാട്ടിങ്ങിന് വന്നത്. ഈ ചങ്ങായിൻ്റെ ഒരു കാര്യം, ഞാനൊഴികെ ബാക്കി എല്ലാവരും ഇത് ഡ്രൈവ് ചെയ്തു. എനിക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഒട്ടും ആക്സിലേറ്റർ ബാലൻസ് എനിക്കില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.